ഹലോ. പതിവ് പോലെ 4 മണിക്ക് എഴുന്നേറ്റു കേട്ടോ. ആദ്യം തന്നെ ടി വിയിൽ സുപ്രഭാതം വയ്ക്കും. അപ്പോൾ തന്നെ മനസ്സിനൊരു പോസിറ്റിവിറ്റിയാണ്. പിന്നെ വിളക്ക് തെളിക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. ഈ ഫോട്ടോസൊക്കെ കാണുന്ന ഫോട്ടോസ് എല്ലാം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്ന ഫോട്ടോസ്. ഈ 4 മണിക്ക് എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുമ്പോൾ കിട്ടുന്നൊരു മനസ്സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ 4 മണിക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫ് മാറി തുടങ്ങും. അത് സത്യമാണ് കേട്ടോ, ചുമ്മാ പറയുന്ന കാര്യമല്ല. കാരണം എൻ്റെ ലൈഫിൽ അത്രയും നെഗറ്റീവ് വന്നിരുന്ന സമയത്ത് ഞാൻ 4 മണിക്ക് എന്ന് എഴുന്നേറ്റ് അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിക്കാൻ സാധിച്ചു തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ ലൈഫ് മാറി തുടങ്ങി. അപ്പം ഈ വിളക്ക് തെളിയിക്കാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു അൺകംപ്ലീറ്റ് പോലെയാണ് അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സാധിക്കുമെങ്കിൽ 4 മണിക്കോ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ 5:15 5:30 മുൻപായിട്ട് വിളക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാവരും തെളിയിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ചന്ദനത്തിരി കിച്ചണിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെയും ഉപ്പിൻ്റെ അവിടെയും ഒഴിയാറുണ്ട്. എന്നിട്ട് ഞാനത് കിച്ചണിൽ തന്നെ ജനലിൻ്റെ ഭാഗത്തായിട്ട് കൊളുത്തി വയ്ക്കാറുണ്ട്. കാരണം ഇവിടെ അന്നപൂർണ്ണേനെ വെച്ചിട്ട് നമുക്ക് വഴിപാട് ചെയ്യാനുള്ള സാഹചര്യമല്ല. കാരണം നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്നത് കൊണ്ട് അതൊരു വൃത്തിക്കുറവല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടില്ല. അപ്പം 4:30 മണിയായപ്പോൾ എൻ്റെ വിളക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം സന്തോഷകരമായിട്ട് ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം തലേന്നത്തെ ചോറ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇതിവിടെ 4 മണി സമയത്ത് 4-4:30 മണി സമയത്തെ കാലാവസ്ഥയാണ്. പക്ഷെ ഒരു 4:45 മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് നല്ല നേരം വെളുക്കും കേട്ടോ. നമ്മുടെ നാട്ടിൽ അതേപോലെ ഒരു 7-7:30-8 മണിയുടെ ക്ലൈമറ്റായിട്ട് വരും. ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് മോൾക്ക് 6:30 മണിക്കായിരുന്നു അത് 6:30 മണിക്ക് ബസ് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ 6:30 മണിക്കൊക്കെ ഇവിടെ നേരം വെളുക്കുമോ? പക്ഷേ അല്ല കേട്ടോ, നല്ല വെട്ടം വരും. ഇത് തലേന്നത്തെ മീൻകറിയാണ്, അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് വയ്ക്കും. ഫുള്ള് കുടിക്കാൻ പറ്റില്ല, എന്നാലും കുറേശ്ശെ കുടിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ പാറ്റാശല്യം. ഈ പാറ്റയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചണിൽ ഇതുപോലെ ഇട്ടിരിക്കുന്നത്. കിച്ചണിൽ മാത്രമല്ല, ഒരുപാട് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ, ഹാളിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല ലാഭത്തിൽ കിട്ടിയ ചീരയാണ്. അപ്പോൾ ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഫുള്ളായിട്ട് വെക്കുന്നില്ല, കുറച്ചെടുത്തിട്ട് വെക്കാം. കാരണം ഇവിടെ ഞാനും ഹസ്ബൻഡ് മാത്രമേ ചീരത്തോരൻ കഴിക്കൂ. മോള് കഴിക്കില്ല. മോൾക്ക് കാണാതെ കൊടുത്താൽ പോലും തുപ്പിക്കളയും. അതുകൊണ്ട് വിഷമമുണ്ട്, ചീരയൊക്കെയല്ലേ കഴിക്കേണ്ടത്, പക്ഷേ ആൾ കഴിക്കാറില്ല. അങ്ങനെ ചീരത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അരപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ പോയപ്പം നല്ല കപ്പ കിട്ടിയായിരുന്നു കേട്ടോ. സാധാരണ കപ്പ മേടിക്കുമ്പോൾ നല്ല വെന്ത കപ്പയാണ്, എനിക്ക് ഹസ്ബൻഡിന് നല്ല വെന്ത കപ്പയാണ് ഇഷ്ടം. പക്ഷേ ഇതിത്തിരി വേവുള്ള കപ്പയായിരുന്നു. ഇത് കണ്ടോ, 4:45 മണി ആയതേ ഉള്ളൂ. നല്ല നേരം വെളുത്തു കേട്ടോ. ഒരു നാട്ടിലെ 8 മണിയുടെ ആ ഒരു വെട്ടം അങ്ങ് വരും. അപ്പോൾ ഇവിടെ അടുത്ത് ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ലോറിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. ഹസ്ബൻഡ് മാത്രമാണ് കേട്ടോ പുട്ട് വയ്ക്കുന്നത്. കാരണം എനിക്കും മോക്കും പുട്ടിനോട് അത്ര താല്പര്യമില്ല. പുട്ട് അവളങ്ങനെ തോനെ കഴിക്കില്ല. കഴിക്കും, ഞാനും കഴിക്കും, പക്ഷേ എന്നാലും ഒരുപാട് കഴിക്കാൻ നിൽക്കാറില്ല. അപ്പോൾ കപ്പയൊക്കെ റെഡിയായി. അപ്പം ചോറ് കൊടുത്തു വിടാനുള്ള എല്ലാം പാക്ക് ചെയ്യുവാണ്. ചോറും ചീരത്തോരനും കപ്പയും മീൻകറിയും ഒക്കെ പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല കൂളായിട്ട് പോയി, നേരത്തെ എഴുന്നേറ്റുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും സാധിക്കുമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക. അന്നത്തെ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. താങ്ക് യു.